മോർണിംഗ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ ഈസ് കറക്റ്റ് റിഗാർഡിങ് ജി പി പി എൻ ബി പി അല്ലേ? അപ്പോൾ ജി പി പി എൻ ബി പിയും കറക്റ്റായിട്ട് എവിടെയാവും? ജി പി പി എൻ ഫോർ ഇക്കോസിസ്റ്റം. നോക്കി, നമുക്കറിയാം ജി പി പി എന്ന് പറയുന്നത് ഗ്രോസ് പ്രൈമറി പ്രോഡക്റ്റാണ്. എൻ ബി പി എന്ന് പറയുന്നത് അതിൻ്റെ നെറ്റാണ്. അപ്പോൾ ജി പി പിയിൽ നിന്ന് റെസ്പിറേറ്ററി എക്സ്പെൻസ് കഴിയും, അതിൻ്റെ ബാലൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ എൻ ബി പി എന്ന് വിളിക്കുന്നത്. ഉണ്ടോ? അന്ന് റെസ്പിറേറ്ററി എക്സ്പെൻസ് പോയി കഴിയുമ്പോഴാണ് അതിനെ നമ്മൾ എൻ പി പി എന്ന് വിളിക്കുക. സംഭവിച്ചല്ലോ. അപ്പോൾ ജി പി പി മൈനസ് റെസ്പിറേറ്ററി ഈസ് ഈക്വൽ ടു ആർ എൻ പി പി. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എൻ ബി പി ഈസ് ഈക്വൽ ടു ജി പി പി അല്ല, മൈനസ് ആനിമൽ കൺസപ്ഷൻ അല്ല. എൻ ബി പി ഈസ് ഈക്വൽ ടു ജി പി പി പ്ലസ് വരില്ല. എൻ ബി പി ഈസ് ഈക്വൽ ടു ജി പി പി മൈനസ് പ്ലാന്റ് റെസ്പിറേഷൻ അല്ല, റെസ്പിറേഷൻ അല്ലേ? ജി പി പിയിൽ നിന്ന് എൻ ബി പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ജി പി പിയിൽ നിന്ന് റെസ്പിറേഷൻ ഉപയോഗിച്ച് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്. ജി പി പി മൈനസ് റെസ്പിറേറ്ററി എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു എൻ ബി പി. ഇതാണ് സംഭവം അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ഏത് വരും? 3 ആൻസറായിട്ട് വരും. ഓക്കെ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ദ പ്രോസസ് ഓഫ് ഡി എൻ എ ഹൈബ്രിഡൈസേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പെസിഫിക് ഡി എൻ എ പ്രോബ് ഈസ് ഡിസ്ക്രൈബ്ഡ് അസ്. നോക്കിയേ, ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആയിരുന്നു, അതിനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആക്കി, അത് ഇലക്ട്രോപോറോസിസിലൂടെ ചെയ്യുന്ന പ്രോസസ്സ്. എന്നിട്ട് എന്താ ചെയ്യുക? ഹൈബ്രിഡൈസ് ചെയ്യുക പറഞ്ഞാൽ എന്താ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ റേഡിയോ ആക്റ്റീവ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ഡി എൻ എയുടെ ഒരു സ്ട്രാൻഡൂടെ കൊണ്ടുവന്നിട്ട് ഇതിനെ ഹൈബ്രിഡൈസ് ചെയ്യും. അപ്പോൾ ഇവിടെ അഡിനിൻ ഉണ്ടെങ്കിൽ തൈമിൻ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, അഡിനിൻ, ഗ്വാനിൻ. ഉണ്ടോ? അപ്പോൾ ഇത് റേഡിയേറ്റീവ് മീഡിയ ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നൈട്രോസെല്ലുലോസ് പേപ്പറിനകത്തോട്ട് കോപ്പി ചെയ്യും, നൈട്രോസെല്ലുലോസ് പേപ്പറിൽ കോപ്പി ചെയ്ത് നമുക്ക് വിഷ്വലൈസ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സിസ്റ്റം അത് ഡി എൻ എ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന ഒരു സതേൺ ബ്ലോട്ടിംഗ് എന്ന, ആർ എൻ എ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന ഒരു നോർത്തേൺ ബ്ലോട്ടിംഗ് എന്ന, ഇത് പ്രോട്ടീൻ ആണെങ്കിൽ പ്രോട്ടീൻസിൽ. കണ്ട? അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഏത് വരും? രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് സതേൺ ബ്ലോട്ടിംഗ് ആണ് ഡി എൻ എ ആണെങ്കിൽ. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സോമോക്ലോൺസ് ആർ പ്രിപ്പയർഡ് ബൈ സൊമാറ്റിക് ക്ലോൺ. എന്താ? ഒരു സെല്ലെടുക്കുന്നു, ആ സെല്ലിനെ കൾച്ചറൽ മീഡിയത്തിലേക്ക് വെക്കുന്നു, അതൊരു മാസ് ഓഫ് സെൽ ക്യാലസായി മാറുന്നു. ആ ക്യാലസിൽ നിന്ന് നമ്മൾ പുതിയൊരു ഗ്രൂപ്പ് പ്ലാന്റിനെ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് സോമോക്ലോൺ. കണ്ട? ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ക്യാലസിൽ നിന്ന് പിന്നെ സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ജനറ്റിക്കലി ഐഡൻറ്റിക്കലായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ ഇതെന്താ വിളിക്കുക? ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് മൈക്രോ പ്രൊപ്പഗേഷൻ. എന്നിങ്ങനെ. അപ്പം നമ്മുടെ ആൻസറിനകത്ത് അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കി, മൈക്രോ പ്രൊപ്പഗേഷൻ ആൻസർ ഉണ്ടോ എന്ന് നോക്കി. മൂന്നാമത്തെ പ്രോഗ്രാം മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. കണ്ട? ശരി. 5, ഇൻ ഓർഡർ ടു ഇൻക്ലൂഡ് ബാക്ടീരിയൽ അപ്ടേക്ക് ഓഫ് പ്ലാസ്മിഡ് ദ ബാക്ടീരിയ ആർ മെയ്ഡ് കോമ്പീറ്റൻറ്റ് ബൈ ഫസ്റ്റ് ട്രീറ്റിംഗ്. നോക്കിയേ, നമ്മൾ പ്ലാസ്മിഡ് ഉണ്ടാക്കി, ആർ ഡി എൻ എ പ്ലാസ്മിഡ് ക്രിയേറ്റ് ചെയ്തു, റീകോമ്പിൻ ഡി എൻ എ പ്ലാസ്മിഡ് ക്രിയേറ്റ്. ഇനി ഇത് ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് കൊണ്ടുപോകണം, ബാക്ടീരിയൽ സെല്ലിലേക്ക് കൊണ്ടുപോകണം, ഹോസ്റ്റ് ബാക്ടീരിയൽ സെല്ലിലേക്ക്. അങ്ങനെ കൊണ്ടുപോകണം. ഇതിനെ അകത്തേക്ക് കടത്തണമെങ്കിൽ അത് സെല്ല് കോമ്പീറ്റൻ്റ് ആവണം. ഫോർ മേക്കിംഗ് സെൽ കോമ്പീറ്റൻറ്റ് ഇറ്റ് ഈസ് ഫസ്റ്റ് ട്രീറ്റഡ് വിത്ത് എ ഡൈവാലൻ്റ് എലമെൻറ്റ് ട്രീറ്റ് ചെയ്യണം. ആ ഡൈവാലൻ്റ് എലമെൻറ്റ് കാൽസ്യമാണ്. അപ്പോൾ കാൽസ്യത്തിൻ്റെ ഏതെങ്കിലും കമ്പൗണ്ട്
ഇവിടെ വരുന്ന കാൽസ്യത്തിൻ്റെ ക്ലോറൈഡാണ് സാധാരണ ഉപയോഗിക്കുക. അപ്പോൾ ഓപ്ഷൻ 4 വരും, കാൽസ്യം ക്ലോറൈഡ്. ഉണ്ടോ? 4ാമത്തെ ആൻസർ കാൽസ്യം ക്ലോറൈഡാണ്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 5 കാൽസ്യം ക്ലോറൈഡ്. ഓക്കെ, നമുക്ക് 6th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ 6th ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഫാദർ ഡിസീസ്ഡ് ആണ്. ക്വസ്റ്റ്യൻ: ഇൻ ദ ഫോളോയിങ് ഹ്യൂമൻ പെഡിഗ്രി ദ ഫീൽഡ് സിമ്പിൾ റെപ്രസെൻറ്റ് അഫക്റ്റഡ് ഇൻഡിവിജ്വൽ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഗിവൺ പെഡിഗ്രി. തന്നിരിക്കുന്ന കണ്ടുപിടിക്കണം. ഇത് എക്സ് ലിങ്ക്ഡ് റിസീസീവ് സാധാരണ മദറിൽ നിന്ന് സണ്ണിലേക്കാണ്. അപ്പോൾ എക്സ് ലിങ്ക്ഡ് റിസീസീവ് അല്ല. 2, എക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ്. അത് ഡോമിനൻ്റ് ആണെങ്കിൽ അത് ഫാദർ ടു സൺ ഡാട്ടർ, അങ്ങനെ. അപ്പോൾ അതുമല്ല, എക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റും അല്ല. ഇനി ആട്ടോസോൺ ഡോമിനൻ്റ് ആണെങ്കിൽ ഇതിൽ മദർ ഡിസീസ്ഡായി. ആ മദർ ഡിസീസ്ഡ് ആകുമ്പോൾ 2 ഡോമിനൻ്റ് അലയിൽ വരും. അപ്പോൾ മദറും ഫാദറും ഡിസീസ്ഡ് ആകും അല്ലേ, മദർ ക്യാരിയർ എങ്കിലും ആകും. അപ്പോൾ ഇവിടെ ആട്ടോസോൺ ഡോമിനൻറ്റും അല്ല. അപ്പോൾ പിന്നെ ഏതാ ഡിസീസ്? ആട്ടോസോൺ റിസസീവാണ് ഡിസീസ് വരിക. ഉണ്ടോ? ആട്ടോസോമൽ റിസസീവാണ് 5ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. 5ാമത്തെ ക്വസ്റ്റ്യൻ. 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓട്ടോസോമൽ റിസസീവ് ഡിസീസ്. എന്തുകൊണ്ട് ഓട്ടോസോമൽ റിസസീവ് ഡിസീസായി എന്ന് ചോദിച്ചാൽ 2 കോപ്പി ഓഫ് ജീൻ ഫ്രം ഈച്ച് പേരൻറ്റ്. ഇങ്ങനെ വരണമെങ്കിൽ 2 കോപ്പി. അപ്പം ഇത് ചിലപ്പോൾ ക്യാരിയർ ആയിരിക്കാം, ഇത് ഡിസീസ്ഡ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഓർക്കുക, ഒരു ഓട്ടോസോം റിസസീവ് ഡിസീസ് വരണമെങ്കിൽ 2 കോപ്പി ഓഫ് ജീൻ ഫ്രം ഈച്ച് പേരൻറ്റ് റിക്വയർഡ്. 2 കോപ്പി ഓഫ് ജീൻ, 2 കോപ്പി, ക്യാപിറ്റൽ ടി അല്ലെ ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പം 2ൽ നിന്നും ഇവിടെ ഡിസീസ്ഡ് ആവണമെങ്കിൽ ഈ ഡിസീസ് ഉണ്ടാകാൻ 2ൽ നിന്നും ജീൻ വരണം. അതേസമയം ഇത് ഓട്ടോസോമൽ ഡോമിനൻ്റ് ആയിരുന്നെങ്കിൽ ഒരു സിംഗിൾ കോപ്പി വന്നാൽ മതി. അപ്പോൾ ഓട്ടോസോം ഡോമിനൻ്റ് അല്ല എന്ന് പറയാൻ കാര്യം ഒരു സിംഗിൾ കോപ്പി ജീൻ വന്നാൽ മതി, അത് ഡോമിനൻ്റ് ആകുന്നതുകൊണ്ട് അത് ഡിസീസ്ഡ് ആകും. പക്ഷേ ഇവിടെ ഓട്ടോസോം റിസസീവ് ആകുമ്പം 2 കോപ്പി ഫ്രം ഈച്ച് പേരൻറ്റ് വരണം. അപ്പോൾ ഇവർ 2 പേർക്കും 2 പേരിൽ നിന്നും ആ ഡിസീസിൻ്റെ ജീനുണ്ടാകും. ഇത് ഡിസീസ്ഡായ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഡോമിനൻ്റ് ഈ ഫാക്ടർ. അപ്പോൾ അതിലൊരു ജീൻ വന്നാൽ മതി. ഒരു ജീൻ വന്നാൽ പോലും എന്താവും? അത് ഡിസീസ്ഡ് ആവും. കാരണം ഒരെണ്ണം മാത്രമേ ഓട്ടോസോം ഉള്ളൂ, മറ്റേ സെക്സാ. പക്ഷെ ഇതെന്തുകൊണ്ട് ഡിസീസ്ഡ് ആയില്ല? ഇത് ഡോമിനൻ്റ് ജീൻ ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ അതിന് ഡിസീസ് കാണിച്ചേനെ. അപ്പോൾ ഇത് ഓട്ടോസോം ആയതുകൊണ്ടാണ് 2 പേർക്കും വരുന്നത്, മെയിലിനും ഫീമെയിലിനും വരുന്നത്. ഓട്ടോസോം ആയതുകൊണ്ടാണ്. ഇനി ഓട്ടോസോം ഡോമിനൻ്റ് ആയിരുന്നെങ്കിൽ മദർ ഡിസീസ്ഡ് ആയനെ. കാരണം ഇപ്പം എന്ന് പറയുന്ന ഡോമിനൻ്റ് ജീൻ്റെ പ്രസൻസ് കൊണ്ട് മദർ ഡിസീസ്ഡ് ആവും. കാരണം അവിടെ 2 ഓട്ടോസോം ഉണ്ടെങ്കിൽ പോലും ഇത് ഡോമിനൻ്റാണ്. പക്ഷേ ഇവിടെ ഇത് ഡോമിനൻ്റ് അല്ല എന്ന് ഉറപ്പാക്കിയത് മദർ ഡിസീസ്ഡ് അല്ലാത്തതുകൊണ്ടാണ്. ആയിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന ഒരു കോപ്പി ജീൻ കൊണ്ട് തന്നെ ഡിസീസ്ഡ് ആയനെ. അപ്പോൾ ആട്ടോസോം ഡോമിനൻ്റ് ആണെങ്കിൽ സിംഗിൾ കോപ്പി കൊണ്ട് ഡിസീസ്ഡ് ആകും, ഓർക്കുക. അങ്ങനെയാണെങ്കിൽ മദർ ഡിസീസ്ഡ് ആകും. ഇവിടെ മദർ ഡിസീസ്ഡ് അല്ല, ഫാദർ ഡിസീസ്ഡ് ആണ്. ഫാദർ ഡിസീസ്ഡ് ആയാൽ എന്താ? അവിടെ ആകെപ്പാടെ ഒരു ഓട്ടോസോമേ ഉള്ളൂ, എക്സ് ഉണ്ടോ? ഒരു ഓട്ടോസോമേ ഉള്ളൂ. ആ ഓട്ടോസോമിൽ ഒരെണ്ണം വന്നപ്പോൾ തന്നെ എന്തായി? മറ്റേത് ഓട്ടോസോം ഡിസീസ്ഡായി. അപ്പോൾ ഇവിടെ 2 പേരിൽ നിന്നും 2 പേരിൻ്റെ നിന്നും ഓരോ കോപ്പി കിട്ടിയോണ്ടാണ് ഇവിടെ 2 പേർക്കും ഡിസീസ്ഡ് ആയത്. കേട്ടെ? അപ്പോൾ അതുകൊണ്ടാണ് അത് ഓട്ടോസോം റിസസീവ് ആണെന്ന് നമ്മൾ പറയുക. ഓക്കെ, നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നോൺ ആസ് ഫ്ലവർ സേവർ? ഫ്ലവർ സേവർ ഒരു ട്രാൻജനിക് ടൊമാറ്റോയാണ്. അതിനകത്തുനിന്ന് പോളിഗാലക്ടോർണേസ് എൻസൈം അല്ലെങ്കിൽ പെക്റ്റിനെ ഡിസോൾവ് ചെയ്യുന്ന
പെക്റ്റിനേസ് എൻസൈമിൻ്റെ ജീനിനെ റിമൂവ് ചെയ്ത എൻസൈം ജീൻ സൈലൻസ് ആക്കി, നമ്മൾ സൈലൻ്റ് ആക്കി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. സ്പെസിഫിക് വെറൈറ്റി ഓഫ് പെസ്റ്റിസൈഡ് അല്ല, ബ്രീഡിങ് ചിക്കൻ അല്ല, ടോക്സിക് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീനും അല്ല, അത് ഒരു ട്രാൻജനിക് ടൊമാറ്റോ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പൈനിയർ ഇൻ എക്സാർച്ച് സക്സഷൻ? ഒരു റോക്കിൽ, ബെയർ റോക്കിൽ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ആദ്യം ഉണ്ടാവുന്നത് ലൈക്കൻസ് ആണ്, പിന്നീടാണ് മോസസ് ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ബെയർ ലൈക്കൻസ്, അപ്പോൾ ഇവിടെ ആൻസർ ലൈക്കനാണ്. തൊട്ട് മുമ്പ് നമ്മൾ ആൻസർ മാർക്ക് ചെയ്തല്ലോ, മനസ്സിലായി, ലൈക്കനാണ് ആൻസറായിട്ട് വരിക. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെൻറ്റ്? ഫെർട്ടിലൈസേഷൻ ശേഷം വരുന്നതാണ്. ഫെർട്ടിലൈസേഷൻ ശേഷം വരുമ്പോൾ ഓവ്യൂൾ ഡെവലപ്പ് ഇൻ ദ എംബ്രിയോ സാക്ക്. ഓവ്യൂൾ ഡെവലപ്പ് ഇൻ ദി എംബ്രിയോ സാക്ക്. അത് ഫെർട്ടിലൈസേഷൻ മുമ്പാണോ ശേഷമാണോ? ശരിക്കും പറഞ്ഞാൽ ഓവ്യൂൾ ഡെവലപ്പ് ഇൻ ടു ദി എംബ്രിയോ സാക്ക് അല്ല. എംബ്രിയോ സാക്ക് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അവിടെ ഓവ്യൂൾ ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ സാക്ക് അല്ല, ഓവ്യൂൾ ഡെവലപ്പ് ഇൻ ടു സീഡെന്നായിരുന്നെങ്കിൽ കറക്റ്റായനെ. അപ്പോൾ സീഡെന്നല്ല. അപ്പോൾ ഇത് തെറ്റാ, ഇൻകറക്റ്റാണ്. നമുക്ക് നോക്കാം ബാക്കിയുള്ള. ഇപ്പോൾ ഇതാണ് നമ്മുടെ ആൻസറാണ്. ഇനി ബാക്കി നോക്കാം. ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്, കറക്റ്റാണ്. ഉണ്ടോ? നമുക്ക് വേണ്ടത് തെറ്റാണ്, ഇൻകറക്റ്റാണേ വേണ്ടത്. ഇപ്പോൾ ഇത് ഇൻകറക്റ്റാണ്. ഓക്കെ. ഇനി സൈഗോട്ട് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ, അതും കറക്റ്റാണ്. സെൻട്രൽ സെൽ ഡെവലപ്പ് ഇൻ ടു എൻഡോസ്പേം, അതും കറക്റ്റാണ്. അപ്പോൾ കറക്റ്റ് അല്ലാത്തത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഒന്നാമത്. ഓക്കെ. 10th ക്വസ്റ്റ്യൻ, എ ബയോളജി സ്റ്റഡീഡ് എ പോപ്പുലേഷൻ ഓഫ് റാറ്റ് ഇൻ എ ബ്രെയിൻ. ഒരു ബ്രെയിനിൽ റാറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഹി ഫൗണ്ട് ദാറ്റ് ആവറേജ് നാട്ടാലിറ്റി ബർത്ത് റേറ്റ് ക്യാപിറ്റൽ B ഈസ് ഈക്വൽ ടു 250 ആണ്. ഓക്കെ. ദെൻ ആവറേജ് മോർട്ടാലിറ്റി ഡെത്ത് റേറ്റ് D ഈസ് ഈക്വൽ ടു 240 ആണ് ഡെത്ത്. ഇനി ഇമിഗ്രേഷൻ എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു. ഇമിഗ്രേഷൻ 20. അപ്പോൾ ഇമിഗ്രേറ്റ് എന്ന് വെച്ചാൽ I ഈസ് ഈക്വൽ ടു 20 ഉണ്ടോ? 20. ആൻഡ് ഇമിഗ്രേഷൻ വന്നു ചേർന്നത് 30. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് നെറ്റ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ B + I - D + E. ഇതാണ്, ഇങ്ങനെയാണ് വരിക. ഉണ്ടോ? അപ്പോൾ ഇവിടെ എത്ര വരും? ഈസ് ഈക്വൽ ടു ഇത് 250 + 20 - 240 + 30. അപ്പോൾ എത്ര വരും? 270. ഇവിടെയും 270. അപ്പോൾ ആൻസർ എത്ര? 0. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്ത് വരും? 0 ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, ശരി. സോ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ എക്സാമിൻ്റെ പേപ്പർ ഒന്ന് ക്വിക്കായിട്ട് നോക്കുകയാണ്. ഇതിൽ സെക്കൻഡ് ഇയർ സുവോളജി ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ക്യാൻസർ സെൽ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻകറക്റ്റ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ക്യാൻസർ സെൽസ്? ദേ എക്സിബിറ്റ് മാസ് പ്രൊലിഫറേഷൻ, അത് കറക്റ്റാണ്. They exhibit property of contact inhibition. They do not exhibit the property of contact inhibition. ഒരു സെല്ല് മറ്റൊരു സെല്ലിനെ ചെന്ന് മുട്ടുമ്പോൾ ദ ഗ്രോത്ത് ഓർ ഡിവിഷൻ സ്റ്റോപ്സ്. അതിനെയാണ് നമ്മൾ കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഇത് നഷ്ടപ്പെടുമ്പോഴാണ് അൺകൺട്രോൾഡ് ഡിവിഷൻ ഉണ്ടാകുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് റോങ്. They are produced when cellular oncogenes are activated. ശരിയാണ്. Oncogenes are cancer causing genes. മെറ്റാസ്റ്റാറ്റിക് എന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് ക്യാൻസർ സെൽസ് ടു മൂവ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ ബോഡി ടു അനദർ ത്രൂ ബ്ലഡ്. അതിനെയാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഈസ് ഓപ്ഷൻ 3 എന്ന് നമുക്ക് പറയാം. ഓക്കെ. When red and white flowered mirabilis plant are crossed in, pink flower is seen in F1 generation. When F1 progeny is selfed, the expected phenotype എത്രയാ നോക്കാം? ക്യാപിറ്റൽ R ഇൻറ്റു സ്മോൾ r. R ഇവിടെ സ്മോൾ r ക്രോസ് ചെയ്യുമ്പോൾ
ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അത് F1 പിങ്ക് അല്ലേ. ഇനി F2 ജനറേഷന് വേണ്ടി വരുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇതിൽ നിന്ന് രണ്ടും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എഗെയിൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആൻഡ് സ്മോൾ ആർ വരുമ്പോൾ ഇത് റെഡാണ്, ഇത് വൈറ്റാണ്, ഇത് രണ്ടും പിങ്ക് ആണ്. അപ്പോൾ ജീനോടൈപ്പിക് റേഷ്യോ 1:2:1. ഫീനോടൈപ്പിക് റേഷ്യോ ഇതൊരെണ്ണം മാത്രം റെഡ്, ഇത് രണ്ടും പിങ്ക്, ഇത് വൈറ്റ്, രണ്ടും 1:2:1 ആണ്. അപ്പോൾ ആൻസർ 3 ആണ് ആൻസർ വരിക. ഫീനോടൈപ്പിക് ആയാലും ജീനോടൈപ്പിക് റേഷ്യോയിൽ ഒരുമിച്ച് വരുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് അങ്ങനെ വരിക. ഓക്കെ, അപ്പോൾ 12th ആൻസർ ഏത് വന്നു? 12th ആൻസർ 3 വന്നു. നമുക്ക് 13ലേക്ക് വരാം. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ലാബ്സ് ഗ്രോൺ ഇൻ മിൽക്ക് ആൻഡ് കൺവേർട്ട് ഇൻ ടു കേർഡ് ആൻഡ് ആൾസോ ഇംപ്രൂവ് വിത്ത് ന്യൂട്രീഷണൽ ക്വാളിറ്റി ബൈ ഇൻക്രീസിങ്. അതിന് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒപ്പം തന്നെ വൈറ്റമിൻ B12 പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇൻഡസ്ട്രീനി വെച്ച്, വൈറ്റമിൻ B12. ഓക്കെ, 14th question. Motile zoospore are produced by എന്നാണ് കേട്ടോ. Motile zoospore are produced by. ഇതിനകത്ത് സൂസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലാമിഡോമോണസാണ്. അതിന് മോർട്ടാലിറ്റി ഉണ്ട്. ഇതാ നോക്കിയേ, ഇതുപോലെ വന്നിട്ട് മോർട്ടാലിറ്റി ഫ്ലജല്ലുണ്ട് സൂസ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ക്ലാമിഡോമോണസ് ആണ് മോർട്ടൈൽ സൂസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക. പെൻസിലിയം നൊട്ടറ്റം അതിന് സൂസ്പോർ ഇല്ല, അത് ഒണീഡിയോസ്പോറാണ്. ബാക്ടീരിയയ്ക്കും സ്പോറുണ്ട്, മോർട്ടാലിറ്റി ഇല്ല. അമീബയും സ്പോർ ഫോം ചെയ്യാറുണ്ട് എൻസിസ്റ്റേഷൻ വഴി. ഈ NCYSTATION എൻസൈറ്റേഷൻ വഴി. പക്ഷെ അന്ന് മോർട്ടൈലല്ല. അപ്പോൾ അവിടെ മോർട്ടാലിറ്റി ഉള്ള ആർക്ക് മാത്രമേ ഉള്ളൂ? ക്ലാമിഡോമോണസ് മാത്രമേ ഉള്ളൂ, ബാക്കി ആർക്കും സ്പോറിന് മോർട്ടാലിറ്റി ഇല്ല. 15. If you want to develop hybrid seed within bisexual flower, ഒരു ബൈസെക്ഷൽ ഫ്ലവറിൽ നമുക്ക് ഹൈബ്രിഡ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓൺ ദ ഫോളോയിങ് പാർട്ട് നീഡ് ടു ബി റിമൂവ്ഡ് ഫ്രം ദ സെയിം ഫ്ലവർ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആന്തറിനെ കൊണ്ടുവരണം, പോളൻ ഗ്രീൻ കൊണ്ടുവരണം, പോളൻ ഗ്രീൻ കൊണ്ടുവരണം. അങ്ങനെ പോളൻ ഗ്രീൻ കൊണ്ടുവരണമെങ്കിൽ ഇതിനകത്ത് പോളൻ ഗ്രീൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആന്തർ നമുക്കങ്ങ് റിമൂവ് ചെയ്യണം, യൂണിസെക്ഷൽ ആക്കണം. എങ്കിൽ മാത്രമേ ഇതിപ്പോൾ ഫീമെയിൽ ഫ്ലവറായിട്ട് നിൽക്കുകയുള്ളൂ. ഇത് ഫീമെയിൽ ഫ്ലവറായിട്ട് നിൽക്കണം നമുക്ക്, കണ്ട. അതിന് നമ്മൾ എന്താ ചെയ്തേ? റിമൂവ് ചെയ്തു. ആരെ? ആന്തറിനെ റിമൂവ് ചെയ്തു. ആന്തർ റിമൂവ്ഡ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇമാസ്കുലേഷൻ. ആ പ്രോസസ്സാണ് ഇമാസ്കുലേഷൻ. എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ട, ഇമാസ്കുലേഷൻ. അപ്പോൾ എന്താ റിമൂവ് ചെയ്യുന്നത്? ആന്തറിനെയാണ് നമ്മൾ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത 16. എ സെലക്റ്റബിൾ മാർക്കർ ഈസ് യൂസ്ഡ് ടു. സെലക്റ്റബിൾ മാർക്കർ നമ്മൾ ഒരു പ്ലാസ്മിഡിലേക്ക് വേറൊരു പാർട്ട് ആഡ് ചെയ്ത് അതിനെ റീകോമ്പിനൻ്റ് ആക്കി. അങ്ങനെ റീകോമ്പിനൻ്റ് ആക്കി കഴിയുമ്പോൾ ഇതിനി ഒരു ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതിനെ ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ട്രാൻസ്ഫോമൻ്റായിട്ട് മാറും. അങ്ങനെ ട്രാൻസ്ഫോമൻ്റായി മാറിയൊന്ന് സെലക്ട് ചെയ്യാനാണ്, ചെക്ക് ചെയ്യാനാണ്. ട്രാൻസ്ഫോമൻറ്റിനെയും നോൺ ട്രാൻസ്ഫോമിനെ സെപ്പറേറ്റ് ചെയ്യണം. അതിനുപയോഗിക്കുന്ന മെക്കാനിസമാണ് സെലക്റ്റബിൾ മാർക്കർ. അപ്പോൾ
ഈ 16ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ എന്താ പറയുക? ഹെൽപ്പ് ടു എലിമിനേറ്റ് നോൺ ട്രാൻസ്ഫോർമൻറ്റ് സോ ദാറ്റ് ദ ട്രാൻസ്ഫോർമൻറ്റ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്. അപ്പോൾ ഒന്നാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. ഇതാണ് ആൻസറായിട്ട് വരിക. ഓക്കെ. 17th question. The number of phenotype recombinant offspring formed during F2 generation dihybrid cross. അപ്പോൾ റീകോമിനൻ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ടി സ്മോൾ ആർ ആണ് പേരൻസ്. അപ്പോൾ റീകോമിനൻ്റ് വരുമ്പോൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇത് റീകോമ്പിനൻ്റ് ആണ്. ക്യാപിറ്റൽ ടി സ്മോൾ ആർ ഇങ്ങനെ രണ്ടെണ്ണം വരാം. അതായത് ഇതിൻ്റെ കൂടെ സ്മോൾ വരണം. ഇനി അതുപോലെ തന്നെ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉണ്ടോ? അപ്പം ഇത് ടോൾ വൈറ്റ്, ഇവിടെ ടോൾ വൈറ്റ്, ഇത് ഡ്വാർഫ് റെഡ് ഉണ്ടോ? അപ്പോൾ ഇതാണ് റീകോമ്പിനൻ്റ്. ചോദ്യം അതാണ്, ഫീനോടൈപ്പ് റീകോമ്പിനൻ്റ് എത്ര വരുമെന്ന്. ഫീനോടൈപ്പ് റീകോമ്പിനൻ്റ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ടോൾ വൈറ്റ് ആയിട്ടുള്ളതായെങ്കിൽ റീകോമ്പിനൻ്റ് ആവുള്ളൂ, ഡ്വാർഫ് റെഡ് ആയെങ്കിൽ റീകോമ്പിനൻ്റ് ആവുള്ളൂ. കാരണം ഇവർ തമ്മിൽ ഇത് ഇതിൻ്റെ കൂടെ പോകണം, ഇത് ഇതിൻ്റെ കൂടെ വരണം, ഇത് ഇതിൻ്റെ കൂടെയും വരണം. അങ്ങനെ നമുക്ക് ഈ തരത്തിലുള്ള 6 പ്ലാന്റുകൾ കിട്ടും ഉണ്ടോ? 6 പ്ലാന്റുകൾ കിട്ടും 16-ൽ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടോ? അപ്പോൾ അത് എത്ര വരും? ഇപ്പോൾ നമുക്ക് എഴുതി നോക്കാം. നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊന്ന് എഴുതി നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര എണ്ണം വരുമെന്ന്. ഇങ്ങനെ വരുന്നത് ദ നമ്പർ ഓഫ് ഫീനോടൈപ്പ് ഇൻ F2 ജനറേഷൻ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇത് മെയിൽ പേരൻറ്റിൻ്റെ. ഇതുപോലെ തിരിച്ചു വരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. നോക്കിക്കോളൂ എത്ര എണ്ണം വരും. ക്രോസ് ചെയ്യുമ്പോൾ ഇത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉണ്ടല്ലോ. ഇതെല്ലാം ഇത് തന്നെയാണ് ടോൾ റെഡ്. ഇനി ഇവിടെ വരുമ്പോൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ആർ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ആർ നോക്കി. ഇനി ഇവിടെ വരുമ്പോൾ അപ്പോൾ ഇതിനകത്ത് ഇതിൽ ഒരു റീകോമ്പിനൻ്റ് ആണ്, ഇത് രണ്ടാമത്തെ റീകോമ്പിനൻ്റ് ആണ്. ഓക്കെ. ഇനി ഇവിടെ വരുമ്പം ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ അടുത്ത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അടുത്ത് സ്മോൾ ടി ക്യാപിറ്റൽ ആർ അടുത്തത് സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പോൾ ഇത് റീകോമ്പിനൻ്റ് ആണ്, ഇത് റീകോമ്പിനൻ്റ് ആണ്. ഓക്കെ. ഇനി അടുത്തത് ക്യാപിറ്റൽ ടി, നാലാമത്തെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇത് വരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ആർ ദാ ഉണ്ടല്ലോ, ടോളാണ്, വൈറ്റ് ആണ്. ഇനി ഇവിടെ വരുമ്പോൾ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉണ്ടല്ലോ, അതും റീകോമ്പിനൻ്റാണ്. ഇത്
സ്മോൾ ടി സ്മോൾ ആർ അത് പേരൻ്റല്ല. അപ്പം നോക്കിയേ, ഇത് ടോൾ വെയിറ്റ് വന്നു, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇതും ടോൾ വെയിറ്റ് വന്നു, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. മൊത്തം 1 2 3 4 5 6 എണ്ണം വരും ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ആൻസർ എത്രയാ? ഇതാണ് ആൻസറായിട്ട് വരുന്നത്. കണ്ടോ? ഓക്കെ, മൊത്തം 16-ൽ 6 എണ്ണം റീകോമ്പിനൻ്റാണ്. ഇത് ടോൾ റെഡാണ്, അതൊക്കെ ജീനോടൈപ്പിൽ വ്യത്യാസമുണ്ട്. എക്സാക്ട്. പക്ഷെ റീകോമ്പിനൻ്റ് മീൻസ് ടോളിൻ്റെ കൂടെ വൈറ്റും ഡ്വാർഫിൻ്റെ കൂടെ റെഡും വേണം. ടോൾ വൈറ്റ്, ഡ്വാർഫ് റെഡ്, ടോൾ വൈറ്റ്, ഡ്വാർഫ് റെഡ്. അപ്പം 3 ഡാർഫ് റെഡും 3 ടോൾ വൈറ്റും എക്സ്ട്രാ. ഈ കാണുന്നതാണ് റീകോമ്പിനൻറ്റുകൾ, 2ൻ്റെ കോമ്പിനേഷൻ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ 17 ആൻസർ കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ 18 സുവോളജി പാർട്ടിൽ വരുന്നത്. ഹെറോയിൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ലാറ്റക്സ് ഓഫ്. ഹെറോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്പിയം ഡെറിവേറ്റീവ് ആണ്. ഹെറോയിൻ ഈസ് ഓപ്പിയം ഡെറിവേറ്റീവ്, റൈറ്റ്? ഹെറോയിൻ എന്ന് നമ്മൾ പറയുന്നത് ഇസ് എൻ ഓപ്പിയം ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്കറിയാം ഓപ്പിയം ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം പപ്പാവർ സോമിനിഫെറം എന്ന് പറഞ്ഞ ചെടിയിൽ നിന്നാണ്, വിച്ച് ഇസ് ഓൾസോ കോൾഡ് പോപ്പി പ്ലാന്റ് എന്ന് പറയാം. പപ്പാവർ സോമിനിഫെറം, അത് ഓപ്പിയത്തിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ഹെറോയിൻ എന്ന് പറയുന്നത്. എറിത്രോസൈലം കൊക്കെയിൻ ആണ്. ക്ലാവിസെപ്സ് പെർപ്യൂറ LSD പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസ് ആണ്. അട്രോപ്പ ബെലഡോണ ഹാലൂസിനേഷൻ കോസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. സോ ഹെറോയിൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം പപ്പാവർ സോമിനിഫെറം എന്ന് പറയാം. 18ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഈസ് ഓപ്ഷൻ 4. ദ ഏജ് പിരമിഡ് ദ ബ്രോഡ് ബേസ് ഇൻഡിക്കേറ്റ്. ഒരു ഏജ് പിരമിഡ്, അതിൻ്റെ ബ്രോഡ് ബേസ് ഇൻഡിക്കേറ്റ് ഹൈ പെർസെൻറ്റേജ് ഓഫ് യങ് ഇൻഡിവിജ്വൽ. ധാരാളം യങ് ഇൻഡിവിജ്വൽസ് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ 19ൻ്റെ ആൻസർ 4. അനലോഗസ് സ്ട്രക്ചേഴ്സ് ആർ എ റിസൾട്ട് ഓഫ്. അനലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ organs of different origin but performing a common function is an example for convergent evolution. Analogous structures എന്ന് പറയുന്നത് is an evidence for convergent evolution. Convergent evolutionന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് analogous structures. Homologous structures ആണ് divergent evolution എന്ന് പറയുന്നത്. 21. During spermatogenesis, the first മിയോട്ടിക് ഡിവിഷൻ, അതായത് ഹാഫ് ആകുന്നത് റിഡക്ഷൻ ഡിവിഷൻ ഒക്കേഴ്സ് ഇൻ ദ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിപ്ലോയിഡ് ആണ്. ആ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിലാണ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. ഡിവൈഡിങ് ഇറ്റ് ഇൻറ്റു 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, ബോത്ത് ഓഫ് ദം ആർ ഹാപ്ലോയിഡ്. അവിടെ നടക്കുന്നത് മിയോസിസ് 1 ആണ്. സോ ദി ആൻസർ ഈസ് 4. വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഗൈനീഷ്യം. ഗൈനീഷ്യം ഉണ്ടല്ലോ, ഓവറി ഗൈനീഷ്യത്തിൻ്റെ പാർട്ടാണ്. ഉണ്ടോ ഓവറി. അപ്പോൾ ഇത് സ്റ്റിഗ്മ, ഇത് സ്റ്റൈൽ, ദിസ് ഈസ് ഓവറി. ഉണ്ടോ? ഇതിനകത്ത് ഓവ്യൂൾ വരും, ഓവ്യൂൾ. അപ്പോൾ സ്റ്റേമൻ എന്ന് പറയുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. അത് ഇതിൻ്റെ പാർട്ടല്ല. ഓക്കെ, ബാക്കിയല്ല ഇതിൻ്റെ പാർട്ട് തന്നെ. ഓറൽ കോൺട്രാസെപ്റ്റീവ് പ്രിവെൻറ്റ്സ് പ്രഗ്നൻസി ബൈ. പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിക്കുന്ന പിൽസ്, അതാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ്. ഓറൽ കോൺട്രാസെപ്റ്റീവ് പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദി ഓറൽ കോൺട്രാസെപ്റ്റീവ് ആർ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഡെറിവേറ്റീവ് ആണ്. അതിൻ്റെ കോമ്പിനേഷൻ ഡ്രഗാണ്. ഇറ്റ് പ്രിവെൻറ്റ്സ് ഓവുലേഷൻ. ഇറ്റ് പ്രിവെൻറ്റ്സ് ഓവുലേഷൻ ആണ്. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഡ്രഗ് വിൽ പ്രിവെൻറ്റ് ഓവുലേഷൻ ആണ്. അപ്പോൾ ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് എന്ന് നമ്മൾ പറയുന്നത് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് പിൽസ് എന്ന് പറയാം. ദേ പ്രിവെൻറ്റ് ഓവുലേഷൻ ആണ്. ഓക്കെ, അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്യാരിയിങ് ഔട്ട് ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെസ്റ്റ് ഓർ ഡിസീസ് യൂസിങ് മൈക്രോബ്. മൈക്രോബ് ഉപയോഗിച്ച് ഈ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതിന് എക്സാമ്പിൾ ഏതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക്. ലേഡി ബേർഡ് ബീറ്റിൽ അഗെയിൻസ്റ്റ് എഫിഡ്. അത് എന്തുവാ? പെസ്റ്റിസൈഡ് ഒന്നുമല്ല,
അത് വരുന്നത് ബയോ കൺട്രോളാണ് യൂസിങ് മൈക്രോബ് ഉപയോഗിക്കുന്നതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത് മൈക്രോബ് അല്ല, ബയോ കൺട്രോൾ തന്നെ. ഇനി BT കോട്ടനും ബാക്ടീരിയ ആണ് ഈൽഡ് ഉണ്ടോ. BT കോട്ടൺ ടു ഇൻക്രീസ് ഈൽഡ് നമ്മുടെ ചോദിച്ചേക്കുന്ന ബയോ കൺട്രോളാണ്. ന്യൂക്ലിയോ പോളിഹൈഡ്രോവൈറസ് അഗെയിൻസ്റ്റ് വൈറ്റ് റസ്റ്റ് ബ്രാസിക്ക. ന്യൂക്ലിയോ പോളിഹൈഡ്രസ് ആക്ച്വലി എതിരെ വൈറ്റ് ബ്രാസിക്കയ്ക്കെതിരെ അല്ല, പിന്നെ ഇൻസെക്റ്റാണ്. ഇൻസെക്റ്റ് ആൻഡ് ആർത്തോപോഡുകളാണ്. അപ്പോൾ ഇത് വരാം. ഇതല്ല BT കോട്ടൺ ഇൻക്രീസ് കോട്ടൺ ഈൽഡ് BT കോട്ടൺ എഗെയിൻസ്റ്റ് കാറ്റർപില്ലറാണ്. അപ്പോൾ ഇവിടെ ട്രൈക്കോഡർമ സ്പീഷീസ് എഗെയിൻസ്റ്റ് സഡൻ പ്ലാന്റ് പാത്തജൻ, അതേ ശരിയുള്ളൂ. കണ്ടോ, റൂട്ട് ബോൺ, സോയിൽ ബോൺ പാത്തജൻസിനെതിരെ. അപ്പോൾ അതേ കറക്റ്റുള്ളൂ. ആൻസർ 1 26. ഇൻ സം മെമ്പേഴ്സ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഫാമിലീസ് pollen grain remain their viability for months? റോസേസിയൽ, ലെഗ്യൂമിനേസിയൽ. ഇതാണ് കറക്റ്റ്. അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഉണ്ട്, സൊളാനേസിയ. അപ്പോൾ ഇതേ ആൻസർ വരുള്ളൂ, ബാക്കിയൊന്നും വരത്തില്ല കേട്ടോ. പോയേസിയ വരില്ല. നെല്ലിനൊക്കെ ഇതുപോലെ മന്ത്സ് ഇല്ല. നെല്ലിലൊക്കെ എത്രയാണ് വരിക? ഇതൊക്കെ അറൗണ്ട് 30 minutes ഒക്കെ വരത്തുള്ളൂ. ഓക്കെ, 26. 27. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എൻസൈം കട്ട് DNA വിത്തിൻ എ സ്പെസിഫിക് പൊസിഷൻ? ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്യാനാണ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് DNA ഫോം ചെയ്യാനാണ്. എക്സോന്യൂക്ലിയസ് 5' എൻഡിലോ 3' എൻഡിലോ കട്ട് ചെയ്യാനാണ്, എൻഡിൽ കട്ട് ചെയ്യാനാണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് 27 ആൻസറായിട്ട് വരിക. ഓക്കെ, എൻഡോന്യൂക്ലിയസ്. 28. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ജനറ്റിക് കോഡ്? ജനറ്റിക് കോഡിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത്. നോൺ ഓവർലാപ്പിംഗ് ആണ് ശരി. ആംഫീഗസ് അല്ല, നോൺ GIOS ആണ് വരേണ്ടത്. ഡീജനറസി ഉണ്ട്, യൂണിവേഴ്സലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ മക്കളെ? നമ്മുടെ ആൻസർ വരുന്നത് 2 ആണ് ആൻസർ വരിക. ഇതാണ് ആൻസർ. ആംഫീഗസ്. നോൺ ആംഫീഗസ് വന്നാലേ കറക്റ്റ് ആൻസർ ആവുള്ളൂ. ഡീജനറസി എന്ന് വെച്ചാൽ ഓൺ അമിനോ ആസിഡ് ഹാസ് മെനി കോഡ്. ബട്ട് നോൺ ആംഫീഗസ് മീൻസ് നോൺ ഓവർലാപ്പിംഗ് ആണ് കേട്ടോ. ഓക്കെ, 29. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ട്രാൻജനിക് ആനിമൽസ് ആർ ഫാൾസ്? ട്രാൻജനിക് ആനിമൽസിൽ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഈ 29 നോക്കാം. ട്രാൻജനിക് ആനിമൽ ഡിസൈൻ ടു സ്റ്റഡി ഹൗ ജീൻ റെഗുലേറ്റ്. ശരിയാണ്. ശരിയല്ലാത്തല്ലേ വേണ്ടേ? ദേ ആർ സ്പെസിമെയ്ഡ് ഫോർ മോഡൽ. ശരിയാണ്. ദ ട്രാൻജനിക് ഔ റോസി വാസ് ക്രിയേറ്റഡ് ടു പ്രൊഡ്യൂസ് ഹ്യൂമൻ. 23. ആൻറ്റിട്രിപ്സിനല്ല, ലാക്ടാൽബുമിനാണ്. ആൽബാമിൻ. ഓക്കെ. ഇനി ട്രാൻജനിക് മൈസ് ആർ യൂസ് ടു ടെസ്റ്റ് ദ സേഫ്റ്റി ഓഫ് വാക്സിൻ. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റിപ്പോയത് ഇത് മാത്രമേ ഉള്ളൂ തെറ്റിപ്പോയത്. അപ്പം 1 ആൻസർ, 3 only wrong. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 30ലേക്ക് വരുന്നതിന് മുമ്പ് ദർ ഇസ് എ ക്വസ്റ്റ്യൻ നമ്പർ 24 ഉണ്ട്. ഒന്ന് നോക്കുക നിങ്ങളെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രിൻസിപ്പൽ ലിംഫോയിഡ് ഓർഗൻ? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്പ്ലീന് ലിംഫോയിഡ് ഓർഗനാണ്, ലിംഫോയിഡ് ഓർഗനാണ്, തൈമസ്. ഇതിൽ പ്രൈമറി എന്ന് പറയുന്നത് ബോൺ മാരോ ആൻഡ് തൈമസ് ആണ്. പക്ഷേ പ്രിൻസിപ്പൽ ലിംഫോയിഡ് ഓർഗൻസിൽ വരുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ലിംഫോയിഡ് ഓർഗൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കിഡ്നി ആയിരിക്കും. കിഡ്നീസ് ആർ നോട്ട് ലിംഫോയിഡ് ഓർഗൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 30. ട്യൂബക്ടമി ഇസ് എ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഇൻ ഫീമെയിൽസിലാണ്. അവിടെ എന്താ ചെയ്യുന്നത്? എ സ്മോൾ പാർട്ട് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ് ഇസ് റിമൂവ്ഡ് അല്ലെങ്കിൽ ടൈഡ്. അപ്പോൾ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അവിടം വരെ എത്തില്ല, ഇറ്റ് ഈസ് ബ്ലോക്ക്ഡ്. സോ ഫെർട്ടിലൈസേഷൻ ഈസ് പ്രിവെൻറ്റഡ്. അല്ലെങ്കിൽ സ്പേംസിന് കനോട്ട് റീച്ച് ദ എഗ്ഗ് ബിക്കോസ് ഫെലോപ്പിയൻ ട്യൂബ് ഈസ് കട്ട്.
ഇതിനെയാണ് നമ്മൾ പറയുക ട്യൂബെക്ടമി. ഇത് മെയിൽസിൽ നടത്തുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പേര് വാസെക്ടമി എന്നാണ് പറയുക. യു കോൾ ഇറ്റ് ആസ് എ വാസെക്ടമി. 31ലേക്ക് വരാം. 31. Which of the following interaction both partner are adversely affected? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യുന്നത്? ഏതാ? പാരസൈറ്റിസം നോക്കിയേ, ഓൺ ബെനിഫിറ്റഡ് അതർ ഹാം. മ്യൂച്വലിസം ബോത്ത് ബെനിഫിറ്റഡ്. കോമ്പറ്റീഷൻ ബോത്ത് ഹാം. പ്രൊഡേഷൻ ഓൺ ബെനിഫിറ്റഡ് അതർ ഹാസ് നോ ഇഫക്റ്റ്. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ 2 പേർക്കും ദോഷം ഉണ്ടാകുന്ന ഇതാണ് 2 പേർക്കും ദോഷം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ 31 ആൻസർ 3 ആണ്. 32. The enzyme responsible for the transcription of snRNA. അപ്പോൾ നോക്കിയേ, 1, 2, 3 RMT. RNA polymerase 1, RNA poly 1, RNA polymerizing enzyme 2, RNA polymerizing enzyme 3. ഇവിടെ നമ്മുടെ SNRNA ചോദിച്ചിരിക്കുന്നത്. SNRNA എന്ന് വെച്ചാൽ ഏത് വരും? അത് TRNA, സോലിബിൾ RNA. അപ്പോൾ TRNAയുടെ പ്രൊഡക്ഷനോട് ബന്ധപ്പെട്ട ഏതാ? RNA polymerizing 3 ആണ്. RNA polymerase 3 ആൻസർ വരും. ഓക്കെ, ഇങ്ങനെ ഓർത്താൽ മതി. 1, 2, 3 RMT, RMT, RRNA, mRNA, tRNA ഓർ SNRNA. കണ്ട, ഇനി mRNA ആയിരുന്നെങ്കിൽ എന്തിനാണ്? ഹെട്രോന്യൂമറിക്കൽ അല്ലേ? SHRNA. 33. In some plants the female gamete develop into embryo without a fertilization. This phenomenon is known as gamete develop into അല്ലേ? gamete develop ചെയ്യുന്ന നേരിട്ട്. അത് ഓവറി ഫ്രൂട്ടായിട്ട് മാറുകയാണെങ്കിൽ അതിനെ പാർത്തനോ കാർപ്പി എന്ന് വിളിച്ചതിനെ. ഓവറി ഇൻറ്റു ഫ്രൂട്ടായിട്ട് മാറുക. ഇവിടെ ഗമീറ്റ് ഇൻറ്റു എംബ്രിയോ, അതാണ് പാർത്തനോജെനിസിസ്. ഒന്നാണ് ആൻസർ. ഓവറി ഫ്രൂട്ടായാൽ പാർത്തനോ കാർപ്പി. ഗമീറ്റ് സീഡാവുമ്പോൾ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ സീഡായാൽ എംബ്രിയോ ആയാൽ അത് പാർത്തനോജെനിസിസ് എന്ന് വിളിക്കും. ഓക്കെ, 34. Which of the following is correctly matched for the production of product produced by them? മെഥനോബാക്ടീരിയം ലാറ്റിക് ആസിഡ് അല്ല, CH4 മീഥേനാണ്. പെനിസിലിയൻ നൊട്ടേറ്റം ആൻറ്റിബയോട്ടിക്കാണ്. സക്കാരോമൈസിസ് റിവീസിയെ എത്തനോളാണ്. അസറ്റോബാക്ടർ അസറ്റി അസറ്റിക് ആസിഡാണ്. ഇതും തെറ്റാണ്, എല്ലാം തെറ്റാണ്. അപ്പോൾ ഒരെണ്ണം മാത്രമേ കറക്റ്റ്ലി മാച്ചുള്ളൂ, മൂന്നാമത്തെ മാത്രം. 35. സിക്കിൾ സെൽ അനീമിയ ഈസ് കോസ്ഡ് ഡ്യൂ ടു ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് 6th പൊസിഷനിൽ അല്ലേ? ഏതിനു പകരം? ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വലീൻ വരും അല്ലേ? ഗ്ലൂട്ടാമിക് ആസിഡ് ഇൻ ദ 6th പൊസിഷൻ ഈസ് ഓഫ് ബീറ്റാ ചെയിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ വലീൻ. നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതിൻ്റെ റീസണൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ 4th ആണ് ആൻസർ. അത് ഞാൻ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിനെ റീപ്ലേസ് ചെയ്ത് വലീൻ വരും. കാരണം GAG എന്നുള്ളത് GTG ആയി മാറുമ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം. അപ്പോൾ ഇവിടെ ഒരു ന്യൂക്ലിയോറ്റൈഡിന് മ്യൂട്ടേഷൻ വന്നപ്പോഴാണ് ഈ ഒരു ന്യൂക്ലിക് ആസിഡ് ചേഞ്ച് ആകുമ്പോഴാണ് ഇത് രണ്ടും സംഭവിക്കുക. അപ്പോൾ ആൻസർ 4 ആണ്. ഓക്കെ, എൻ്റെ ആൻസർ 4 വരും. അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആനിമൽ ആൻഡ് പ്ലാന്റ് ബീങ് ഡ്രിവൺ ടു എക്സ്റ്റിങ്ഷൻ? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആനിമൽ ആൻഡ് പ്ലാന്റ് ബീങ് ഡ്രിവൺ ടു എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷൻ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഏതാ? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. 3 ആണ്. ബാക്കിയൊക്കെ സംഭവിക്കാറുണ്ട് ഒക്കെ, പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ഹാബിറ്റാറ്റ് ലോസ് ആണ്. 37. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ഇൻ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ഒരു അറ്റ് ദ ടൈം ഓഫ് പാർച്ചുറേഷൻ
പ്രസവ സമയത്ത് കുഞ്ഞ് പുറത്തോട്ട് വരാനുള്ള ആ ഒരു റിഫ്ലെക്സിനെയാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് triggers the release of oxytocin from maternal pituitary. Oxytocin എന്ന് പറയുന്നത്, the hormone oxytocin എന്ന് പറയുന്നത് causes uterine contraction and that helps to push the child out. Okay. In an area where DDT being used extensively, ബയോമാഗ്നിഫിക്കേഷൻ ഉണ്ടാക്കും. ബയോമാഗ്നിഫിക്കേഷൻ ഉണ്ടായാൽ കാൽസ്യത്തിൻ്റെ DDT ആണെങ്കിൽ കാൽസ്യം മെറ്റബോളിസം, കാൽസ്യം മെറ്റബോളിസം പ്രിവെൻറ്റഡ് ആകും, ഡിസ്റ്റർബ്ഡ് ആവും. അങ്ങനെ ആകുമ്പോൾ എഗ്ഗ് ഹാച്ചിങ് ഉണ്ടാവില്ല, ബേർഡ് പോപ്പുലേഷൻ കുറയും അല്ലേ. ഷെല്ലില്ലാത്ത എഗ്ഗായിരിക്കും ഉണ്ടാവുക കാൽസ്യം മെറ്റബോളിസം അഫക്റ്റഡ് ആകുമ്പോൾ. Question number 39. Industrial melanism എന്ന് പറയുന്നത്. Industrial melanism as a result of industrialization, background color changed. Background color മാറിക്കഴിഞ്ഞപ്പോൾ when the background color changed, ആ ചേഞ്ച് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് കളറിലോട്ട് അനുയോജ്യമായ രീതിയിൽ നേച്ചർ സെലക്റ്റഡ് പെപ്പേർഡ് മോത്ത് ടു സർവൈവ്. അതിനെയാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. സോ ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നത് വൈറ്റ് മോത്തുകൾ ഉണ്ടായിരുന്ന ഒരു പോപ്പുലേഷനിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ റിസൾട്ടായിട്ട് പൊല്യൂട്ടൻസ് കൂടി ബാക്ക്ഗ്രൗണ്ട് കളർ മാറിയപ്പോൾ വെള്ളയേക്കാൾ ആ പുതിയ സാഹചര്യത്തിൽ ജീവിക്കാൻ അനുയോജ്യമായ ഡാർക്ക് കളേർഡ് വൺസ് വർ സെലക്റ്റഡ്. ഇതിനെയാണ് നമ്മൾ പറയുക ഇൻഡസ്ട്രിയൽ മെലാനിസം. നിങ്ങൾ കാണുന്നുണ്ട് ബിസ്റ്റൺ ബിറ്റുലേറിയ അല്ലെങ്കിൽ പെപ്പേർഡ് മോത്തിലാണ് ഇത് കാണുന്നത്. ഇറ്റ്സ് എൻ എവിഡൻസ് ഫോർ നാച്ചുറൽ സെലക്ഷൻ എന്ന് നമ്മൾ പറയും. അടുത്ത് ഇന്നാണ് എംബ്രിയോസാക്ക് ആൻജിയോസ്പേം കണ്ടേ. ഇതൊരു എംബ്രിയോസാക്ക് ആണ്. നോക്കിക്കേ എത്ര ഉണ്ടെന്ന്. എഗ് അപ്പററ്റസിൽ 3 cells, ആൻറ്റിപോഡറിൽ 3 cells, സെൻട്രൽ സെല്ലിൽ 2. അപ്പോൾ മൊത്തം പോളാർ ന്യൂക്ലി 3 സെല്ലുടെ എഗ് അപ്പററ്റസ്, ഒരു ആൻറ്റിപോഡറൽ സെല്ലിൽ 3 അല്ലേ, അതിൻ്റെ പോളാർ ന്യൂക്ലി 2. അങ്ങനെയാണെങ്കിൽ ആൻസർ 1 അല്ലേ വരിക? ഇത് ആൻസർ വരിക. ഇതാണ് ആൻറ്റിപോഡൽ. ഇത് പോളാർ ന്യൂക്ലി. അപ്പം 3 ഇത് എഗ് അപ്പററ്റസ്. എഗ് അപ്പററ്റസ് ഉണ്ടോ? ഓക്കെ. അപ്പോൾ 1 ആൻസർ. 41. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഡിസ്ക്രൈബ് ഫോർ ദ ഫസ്റ്റ് ടൈം. ദാ ഗ്രാഫ് വരച്ചിട്ട് സ്പീഷീസും ഏറിയയും, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഗ്രാഫ് കൊണ്ടുവന്നു. S=CA⁻Z. ആ ഗ്രാഫ് കൊണ്ടുവന്നത് അലക്സാണ്ടർ. ഇതെന്ത് കാണിക്കാനാ? സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കാണിക്കാനാണ് കൊണ്ടുവന്നത്. ഉണ്ടോ? സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കൊണ്ടുവന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടാണ്. ഓക്കെ. 42. വെൻ ഗ്ലൂക്കോസ് is the normal energy source of bacterial cell. Glucose is the normal energy source of bacterial cell. Does gene transcribe a processor mRNA? അപ്പോൾ ഗ്ലൂക്കോസ് നോർമൽ എനർജി സോഴ്സ് ഓഫ് ബാക്ടീരിയൽ സെൽ ആണെങ്കിൽ ഏത് ജീനാണ് ട്രാൻസ്ക്രൈബ് എ റിപ്രസർ mRNA ആരാണ് റിപ്രസ് ചെയ്യുന്നതിന്? ലാക്കോപ്രോൺ ആണ്. ലാക്കോപ്രോൺ ആകുമ്പോൾ IRP ഓപ്പറേറ്റർ ZYA ജീനുകൾ സ്ട്രക്ചർ. ഇതിലാരാണ് ട്രാൻസ്ക്രൈബിനെ റിപ്രസ് ചെയ്യുന്നത്? ആരാ റിപ്രസ് ചെയ്യുന്നത്? I ജീനാണ് റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാക്കുക.
ഉണ്ടാക്കുന്നു. ഉണ്ടോ? പ്രീപ്രസർ പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ ആൻസർ 4 വരും. 43. വിച്ച് ഗ്യാസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ? ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഗ്രീൻ ഹൗസ് മീഥേനും കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ്റെ ഓക്സൈഡുമാണ്. 3 ആൻസർ. 44. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി കൺസ്യൂമർ ഇൻ മെയ്സ് ഫീൽഡ് ഇക്കോസിസ്റ്റം? മെയ്സ് ഫീൽഡ് ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റമാണ്. ഉൾഫ് പ്രൈമറി അല്ല അല്ലേ? ഇതല്ല. ഫൈറ്റോപ്ലാങ്ക്ടൺ അക്വാട്ടിക്കില. ലയൺ ഗ്രാസ് ലാൻഡിൽ. പക്ഷെ അത് പ്രൈമറി അല്ല. അപ്പോൾ ഇവിടെ ആര് മാത്രമേ വരുള്ളൂ? ഗ്രാസ് ഹോപ്പറാണ് ആൻസറായിട്ട് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 45. പ്ലാസെൻഡ എന്ന് പറഞ്ഞാൽ പ്ലാസെൻഡ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഹ്യൂമൻ കൊറിയോണിക് ഗൊണേറോട്രോപ്പിൻ. A2. സോണ പെലൂസിഡ. It is a layer of the ovum. B3. Bulbourethral gland. Lubrication. Bulbourethral gland mucus produce ചെയ്യാണ് ചെയ്യുക. അതിൻ്റെ ഫങ്ഷൻ is lubrication of the penis. ലീഡിംഗ് സെൽസ് എന്ന് പറയുന്നത് ടെസ്റ്റിസിലുള്ള സെൽസ് ആണ്. അതിന് വേറൊരു പേര് പറയും ഇൻറ്റർസ്റ്റീഷ്യൽ സെൽ. ദേ പ്രൊഡ്യൂസ് ആൻഡ്രോജൻസ് എന്ന് പറയും. 2, 3, 4, 1. 2 വരുന്ന ഉടനെ ഉള്ളൂ. 3, 4, 1. ആൻസർ ഈസ് 4 എന്ന് നമുക്ക് പറയാം. 45. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഏരിയ ഇൻ ഇന്ത്യ ഈസ് എ ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി വരുന്നത് ഏതാണ്? നോക്കാം. 1 ഈസ്റ്റേൺ ഗാർഡ്സ് അല്ല, വെസ്റ്റേൺ ഗാർഡ്സ്. നമുക്ക് ഇന്ത്യയിലുള്ളത് ഈസ്റ്റേൺ ഗാർഡ്സും ഗാഞ്ചറ്റി പ്ലെയിനും സുന്ദർബനും ഒക്കെ ഇന്ത്യയിലെ ബയോജോഗ്രഫിക്കൽ റീജിയൻസ് ആണ്. ദേ ആർ ബയോജോഗ്രഫിക്കൽ റീജിയൻസ്. ഓഫ് ഇന്ത്യ. ആണോ? പക്ഷേ ഹോട്ട്സ്പോട്ട് ഒന്ന് വെസ്റ്റേൺ ഗാർഡ്സ് ആൻഡ് ശ്രീലങ്ക, പിന്നെ ഹിമാലയ, ഇൻഡോ ബർമ. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ? 4 ആണ് ആൻസർ. ബാക്കിയെല്ലാം ബയോജോഗ്രഫിക്കൽ റീജിയൻസാണ്. ഓക്കെ. 47. ദ സ്ട്രാറ്റജി യൂസ് ടു പ്രിവെൻറ്റ് ദി നിമറ്റോഡ് ഇൻഫെക്ഷൻ ഇൻ ദ റൂട്ട് ടൊബാക്കോ. RNA ഇൻറഫറൻസ്. RNA സൈലൻ്റ് ആക്കുക, പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ, പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ. ഓക്കെ. 48. എവല്യൂഷനിൽ നിന്നുള്ളതാണ്. ഹാർഡി വീൻബർഗ് ഇക്വേഷൻ. ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ. ഹെട്രോസൈഗസ് അതാണ് അതിൻ്റെ ക്ലൂ. ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ 2pq. ആൻസർ ബിക്കംസ് 2. p² എന്ന് പറയുന്നത് ഹോമോസൈഗസ്, q² എന്ന് പറയുന്നത് ഹോമോസൈഗസ് റിസസീവ്, 2pq എന്ന് പറയുന്നത് ഹെട്രോസൈഗസ് ഡോമിനൻറ്റ്. ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് p+q the whole square is equal to p² plus 2pq plus q² is equal to 1. ഇതാണ് ഹാർഡി വീൻബർഗ് ഇക്വേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ p² represents homozygous dominant, q² represents homozygous recessive and 2pq represents heterozygous dominant എന്ന് പറയും. 49. Mutation in plant cell can be induced by. Mutation in plant cell can be induced by. എന്ത് വെച്ചിട്ടാ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഗാമാ റൈസ് ഉപയോഗിച്ചാൽ ചെയ്യാം. ഇൻഫ്രാറെഡും ബാക്കിയൊന്നും പറ്റില്ല. ഇത് രണ്ടും സൈറ്റോകിനിൻസ് ആണ് കേട്ടോ, പ്ലാന്റ് ഹോർമോൺസാണ്. ഇൻഫ്രാറെഡ് പറ്റില്ല. Question number 50. Assisted reproductive technology, ART. IVF എന്ന് പറയുന്നത് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. IVF എന്താണ്? IVF-ൽ ovum into the fallopian tube, zygote into the fallopian tube, zygote into the uterus, embryo with 16 blastomeres into the fallopian tube. Embryo with 16 അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സൈഗോട്ട് യൂട്രസിലോട്ടല്ല, ഫാലോപ്പിയൻ ട്യൂബിലാണ്. സൈഗോട്ട് ഇസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഫാലോപ്പിയൻ ട്യൂബ്.
അപ്പോൾ IVF ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് സൈഗോട്ട് ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ്. ഇവിടെ ദിസ് ഈസ് നോട്ട് എൻ IVF പ്രോഗ്രാം. IVF എന്ന് പറഞ്ഞാൽ ഇൻ വിട്രോ ആണ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ് ഇൻ ദ ലാബ് കണ്ടീഷൻ. സൈഗോട്ട് യൂട്രസിലോട്ടല്ല, ഫെലോപ്പിയൻ ട്യൂബിലോട്ടാണ്. ഇവിടെ ഫെലോപ്പിയൻ 16 ആവുമ്പോൾ ഫെലോപ്പിയൻ ട്യൂബിലോട്ടല്ല, ഇറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ യൂട്രസിലോട്ടാണ് വരുന്നത്. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം, തെറ്റിപ്പോവാൻ സാധ്യത ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ ഉള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് റീവർക്ക് ചെയ്ത് നോക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ബോട്ടണിയിലുള്ളത് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ ബോട്ടണി പാർട്ട്. ഓക്കെ, താങ്ക് യു.